أعوذ بالله من الشيطان الرجيم. وقال ربكم ادعوني أستجب لكم إن الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. ذلكم الله ربكم خالق كل شيء لا إله إلا هو فأنى تؤفكون. كذلك يؤفك الذين كانوا بآيات الله يجحدون. الله الذي جعل لكم الأرض قرارا والسماء بناء وصوركم فأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم فتبارك الله رب العالمين. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الذي خلق 7 سماوات ومن الأرض مثلهن يتنزل الأمر بينهن
لتعلموا أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. സർവസ്തുതി സർവലോക സൃഷ്ടികർത്തനായോ പരിപാലകനായോ അധിപതിയായോ അല്ലാഹു സുബ്ഹാനഹു തആല കേട്ടിക്കർ. അവൻ്റെ ശാന്തിയും സമാധാനവും അന്ത്യപ്രവാദിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലും സഹാബ കിറാമുകളുടെ മേലും ഖിയാമത്ത് നാൾ തൊലബണ്ടതായ എല്ലാ സത്യവിശ്വാസിനിയായോ ആണിങ്ങളും പെണ്ണുങ്ങളും മേലും ചൊരിയട്ടെ. പിർസത്വവും എൻ്റെ മുസ്ലിം സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശനത്വം ಜೀವನത്തിൽ ಸಾಧ್ಯನತ್ತೆ ಅಳವಡಿಸಿಕೊಳ್ಳುನುಂಟು ನನ್ನಂಡೆ ಮರಕಾಂಟೆ ನಿಂಗೆಲ್ಲರಿಗೂ ವಸೀಯತ್ ಉಪದೇಶ ಹಾಕಿಂಟುಳ್ಳ അല്ലാഹു സുബ്ഹാനഹു തആല ಅದಕ್ಕೆ തൗഫീഖ് തരുമാറാകട്ടെ. സഹോദരന്മാരെ, ആരോഗ്യത്തെ ചെറിയൊരു ತೊಂದರೆ ಉಂಟು. ಎಲ್ಲರೊಟ್ಟಿಗೆ ಕೇಟುಂಟುಲ್ಲ ಪ್ರಾರ್ಥಿಕೊಂಡು ಚೆನ್ನುಂಟು കൈക്കാലത്തിൽ ബെറന്നെ പോലായിട്ടുണ്ടു. ആദ്യമായിട്ട് ഇന്നത്തെ ഞങ്ങളെ ടോപ്പിക്കായിട്ട് തൗഹീദ് ഉണ്ട്. തൗഹീദിൻ്റെ വിഷയമായിട്ട് ഞങ്ങളുണ്ട് പഠിക്കുകയില്ല. ധാരാളമായ വിഷയം കൊണ്ട് പഠിക്കണമെങ്കിൽ ആയെങ്ക ചില പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ മാത്രം നിങ്ങളെ മുന്നിൽ വെക്കൂ. ഞാനിതിൽ ഇഷ്ടപ്പെട്ടു. ಅದಕ್ಕೆ ಮುನ್ನಲು സാന്ദർഭികമായിട്ട് ചില വിഷയങ്ങൾ നിങ്ങളെ മുന്നിൽ വെക്കൂ ഞാൻ ഇഷ്ടപ്പെട്ടു. അതായിട്ട് മനുഷ്യ അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിരുമേ അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലി അവൻ്റെ ഇബാദത്താക്കുവാനായിട്ട് സൃഷ്ടിച്ച റബ്ബിടെ അവൻ്റെ ഇബാദത്താക്കുവാനായിട്ട് അള്ളാഹുടെ സൃഷ്ടിയിൽ വെച്ചിട്ട് അതി ഉന്നതമായ സൃഷ്ടിയായിട്ടിരിക്കുന്ന മനുഷ്യ ചൊല്ലത് അതി ഉന്നതമായ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ല വലഖദ് കറംനാ ബനി ആദം. ആദമിന്റെ സന്തതിക്ക് ഞങ്ങൾ എന്താക്കിയറ ബഹുമാനിച്ചിരണ ഉന്നതമായ സ്ഥാനമാനത്തെ കൊടുത്തറ അള്ളാഹു സൃഷ്ടിച്ച എല്ലാ സകല സൃഷ്ടികളിൽ നിന്നിട്ടും. അപ്പൊ ഇത്ര ഉന്നതമായ സ്ഥാനമാനം ഉള്ളതായി മനുഷ്യ ചൊല്ലി സൃഷ്ടിപ്പെടും അള്ളാഹു സൃഷ്ടിച്ചിരെന്തിക്ക് ഒന്നാമത്തെ ഉദ്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലി അവൻ്റെ മനസ്സിലാക്കും. ആരോണു ഞങ്ങളെ സൃഷ്ടിച്ചോണം, ഞങ്ങളെ സംരക്ഷിക്കണോണം, ഞങ്ങളെ പരിപാലിക്കണോണം. അവൻ്റെ ആദ്യമായിട്ട് ഞങ്ങൾ ഇൽമുടെ പഠിക്കൊണ്ടിട്ടായിട്ടിരിക്കും. അവൻ്റെ ബേഗൽ ഞങ്ങൾ ഇൽമു പഠിച്ചിട്ടേ വേണം. അതായിട്ടിരിക്കും അള്ളാഹു സുബ്ഹാനഹു തആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ല എന്തിനത് അല്ലാഹുല്ലദീ അവൻ ആർച്ച് നിങ്ങൾക്ക് ഖലഖ സബഅ സമാവാതിൻ 7 ആകാശത്തെ സൃഷ്ടിച്ചവനവനും ഒമിനൽ അർളി മിസ്ലഹുന്ന അതുപോലത്തെ ഭൂമിയിലും കൂടെ സൃഷ്ടിച്ചവനവനും എന്തിക്ക് ലിതഅലമു മനുഷ്യമേ നിങ്ങൾ അറിയണം, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ എന്തിനെ മനസ്സിലാക്കണു അന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു ഉണ്ടല്ലേ എല്ലാ വസ്തുക്കളുടെ മേൽ സർവ്വ സാമർത്ഥ്യം ഉള്ളവനായിട്ടിക്രാ ചൊല്ലിന്റെ പഠിപ്പു നിങ്ങൾക്ക് വേണം. ಅದಕ್ಕೆ ನಾನು ನಿങ്ങളെ സൃഷ്ടിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലെ. ಏನೊಂದು രണ്ടാമത്തെ ഉദ്ദേശമാ ഒന്നാമത്തെ ഉദ്ദേശമേ പഠിപ്പുണ്ട് ബഗൽ ಏನೂರು ಉದ್ದೇಶ ಅಲ್ಲಾಹು ಚೊല്ಲು ವಮಾ ಖಲഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നും പിന്നെ മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചിരമേ അവൻ്റെ ഇബാദത്ത് എടുക്കുവാനായിട്ട്. ഒന്നാമത്തേത് ഇൽമു, രണ്ടാമത്തേത് ಅದಕ್ಕನುಸರಿച്ചിട്ടുള്ളതായൊരു അമൽ അല്ലെങ്കിൽ ഇബാദത്ത്. ഇൽമു അമൽ ഈ രണ്ട് ഉദ്ദേശത്തുകല്ലാണ്ട് മനുഷ്യർ അല്ലാഹു ಬೇರೆ എന്തും സൃഷ്ടിച്ചിട്ടേ മേലെ. അതുകൊണ്ട് ഞങ്ങളെ അഭിയാനത്തിൽ ഞങ്ങൾ പേര് കൊടുത്തിരമേ ಅರೀರಿ ಸೃಷ್ಟಿಕರ್ತನನ್ನು ಕಲಿಯಿರಿ ಆರಾಧನೆಯನ್ನು. ಇದೇ ಜಂಡು ಉದ್ದೇಶ. ಮನುಷ್ಯರ ಅಲ್ಲಾಹು ಸೃಷ್ಟಿಸಿದೆ ಬೇರೆಂದುಗೊಲ್ಲ. ಮನುಷ್ಯರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ എന്തിക്ക് സൃഷ്ടിച്ചിരേ അരീരി ഇൽമു സൃഷ്ടികർത്തനന്നു. അതേപോലെ പഠിച്ചിട്ട ഇബാദത്താക്കറോണ്ടേ ആ ഇൽമുകനുസരിച്ചിട്ട് ഞങ്ങളെ സെപ്പറേറ്റ് ഒരു ഇൽമല്ല, ഞങ്ങളൊരു സെപ്പറേറ്റ് ഒരു പഠിപ്പിലല്ല അവൻ്റെ ഇബാദത്താക്കണേ. ബദലായിട്ട് അവന് പഠിപ്പാടി തന്ന ഇൽമുടോ
അത് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചിട്ട് അതുക്കനുസരിച്ചിട്ടുള്ള ഇബാദത്താവണം. അല്ലാത്ത ഇബാദത്ത് വലിച്ചെറുള്ളാവും. എന്തെങ്കിലും ഇൽമ പഠിക്കണായേ ചെന്ന ഇൽമ പഠിച്ചെങ്കിമേ ഉണ്ട് എങ്ങനെ ഇബാദത്താക്കുണ്ടാകും ഗുന്താവിടെ ഇല്ല ഗുന്താവല്ലേ. ദുനിയാവുടെ വിഷയമേ എടുക്കറു. ഓർത്ത അവൻ എഞ്ചിനീയർ ആവണം കണ്ടെങ്കിൽ അവൻ ഇഞ്ചിൻ്റെ ഇൽമ പഠിച്ചിട്ടേ അവൻ അവസരം കൊടുക്കണം അവിടെ ഇല്ല കൊണ്ടവൻ്റെ അവസരമാവില്ല. ഓർത്ത ഡോക്ടർ പേഷ്യൻറ്റിക്ക് മറന്നു കൊടുക്കണ അവൻ അതിൽ പഠിച്ചിട്ടേ പറയണം അവിടെ. പഠിച്ചിൽ പിന്നെ അവനക്ക് ആ പേഷ്യൻറ്റിക്ക് ഇങ്ങനത്തെ മറന്നു കൊടുക്കും അവിടെ. ദുനിയാവുടെ വിഷയമേ ഇങ്ങനെ അപ്പ ദുനിയാവോട് സൃഷ്ടിച്ചോണ്ടേ നിയമം എങ്ങനെയൊക്കെയാണ്. അപ്പം അവൻ്റെ മസ്തിക്ക് നിങ്ങൾ എന്താക്കണു മനസ്സിലാക്കണം നിങ്ങളെ റബ്ബടെ. എന്നിട്ട് ആ ഇൽമുകനുസരിച്ചിട്ടേ ഇബാദത്ത്. അല്ലാത്തത് ബൽച്ചറല്ല. അല്ലാത്തത് എന്താക്കണ ബൽച്ചറ. ഹിന്ദു മുസ്ലിം സമൂഹങ്ങ ഈ മനുഷ്യരെ സൃഷ്ടിപ്പിടി രണ്ട് ഉദ്ദേശത്തെ മറന്നു നടന്നറാർ. ഞാൻ പേലങ്ക് അങ്ങനെ ജോഷെന്തരയിപ്പ അങ്ങനെ ഹോറാട്ടെന്തരയിപ്പ അങ്ങ് പോയിട്ടുള്ള എവിടേക്ക് അങ്ങ് പോയിട്ടുള്ളമേ നല്ല പൈസ ആക്കണു. അങ്ങനെ നല്ല പൈസ ആക്കണു. ಬೇಲೆ ಬೇಲೆ ಬಂಗ್ಲೆ ಗೆಟ್ಟಣು. നല്ല ഹൈഫൈ കാറിൽ ചുറ്റണു. നല്ല ഹോട്ടലിൽ തിന്നണു. ഒട്ടാറ് ആഡംബരം അഹങ്കാര ശക്തി പ്രദർശന കാട്ടണു. അപ്പമേ നക്ക് മര്യാദ ഇത് ഇവിടെ സമാജത്തിൽ ഇದ್ರ ಮೊದലുള്ള ഇപ്പം മനുഷ്യ ಪ್ರತಿ ഓരോരുത്തം ഇದ್ರ ಮೊದലുള്ളാർ എന്തിനുണ്ട് സൃഷ്ടിച്ച ഉദ്ദേശം എന്തിനുണ്ട് മറന്നിറ. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധമായ ഖുർആനിൽ ചൊല്ലേ ആകെ കെട്ടോകല്ല നിങ്ങളിവിടെ കരുത്തിരെ ಬೇಲೆ ಬೇಲೆ ಬಂಗ್ಲೆ ಕೆಟ್ಟಿಟ್ಟು നല്ല നല്ല കാറിൽ ചുത്തകല്ല നിങ്ങളെ കടത്തിരെ ഉദ്ദേശം നിങ്ങൾ മറന്നിരണ്ട. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലി ഈ പഠിക്കും ഈ ഇൽമ നിങ്ങൾ ഹാസിലാക്കണം. ഈ ഇൽമായിട്ട് നിങ്ങൾ പ്രതിയോരോരുത്ത പഠിക്കണായി ഞങ്ങളെ മേൽ വാജിബത്. ദുനിയാവിടെ ഇൽമല്ലവ ಇಂಜಿನಿಯರ್ പഠിക്കും അല്ലാഹു ചെന്തില്ല. ഡോക്ടർ പഠിക്കുകല്ല അല്ലാഹു ഞങ്ങളെ മേൽ ഫറലാക്കിര്. ലായറാവുകല്ല. ത്വലബുൽ ഇൽമ ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലി ഇൽമു ത്വലബുൽ ഇൽം. എന്തിന് ത്വലബുൽ ഇൽമു ചെന്നെങ്കിൽ ദച്ചിട്ട് കിട്ടുള്ള പഠിപ്പ് തേടണം. ഇൽമിടും തേടിയോണ്ട് പോണു. ഇൽമു ഞങ്ങളെ കാലടിക്ക് വേണ്ടല്ലേ അവൻ്റെ ബകയിൽ പഠിക്കണല്ലേ. അല്ലാഹു ചന്ദ്ര സൃഷ്ടിച്ചിരുന്നെങ്കിൽ നിങ്ങൾ സൃഷ്ടിച്ചിട്ട് എൻ്റെ ബകയിൽ പഠിക്കുക. അപ്പം അവൻ്റെ ബകയിൽ പഠിക്കണ ദച്ചോട് കിട്ടുള്ള ഇൽമു പോണു. ത്വലബ് തേടണു. സ്റ്റുഡൻറ്റ് അറിവ് താലിബ് ചൊല്ലേന്ദ്രെ ഇൽമു തേടണം പഠിക്കണോണ്ടല്ല ഇൽമു തേടിയോണ്ട് പോകണ്ടോണം. ത്വലബുൽ ഇൽമി ഫറീദത്തുൻ അലാ കുല്ലി മുസ്ലിം. പ്രതി ഓരോരുത്തരുടെ മേൽ പ്രായപൂർത്തിയായ ഒരു ആണ്ടും പെണ്ണിടെ മേൽ ഈ ഖുർആനും ഈ സുന്നത്ര ഇൽമ പഠിക്കണല്ലാണ്ട് ദുനിയാവുടെ ഇൽമല്ല. ദുനിയാവുടെ ഇൽമു രണ്ട് ടൈപ്പ് ആയിട്ട് ഒന്ന് ദീനി ഇൽമ, രണ്ട് സയൻസ് ഇൽമ. ദീനി ഇൽമായിട്ട് വഹിയാനി ഷരീഫാൻ വഹീയുടെ ഇൽമായിട്ട് ഖുറാന്റെ ഇൽമായിട്ട് സുന്നത്ര ഇൽമായിട്ട്. അതേപോലെ ഇനൊരു ദുനിയാവുടെ ഇൽമു ഞങ്ങളെ ഭാഷയിൽ ചൊല്ലേ ಅಂದರೆ ಧಾರ್ಮಿಕ ವಿಜ್ಞಾನ ಭೌತಿಕ ವಿಜ್ಞಾನ. അപ്പോൾ ദീനിയായ ഇൽമു നമുക്ക് പഠിക്കണത്. അത് പഠിച്ചെങ്കിൽ എന്താവും പരലോകത്തിൽ നമുക്ക് വിജയിക്കിട്ടില്ല. ഈ ദുനിയാവിലും വിജയ പരലോക്കാം. ദുനിയാവുടെ ഇൽമ എന്ത് ಗೊತ್ತುಂಟ മെറ്റീരിയലിൻ്റെ ഉപയോഗ ആക്കിയിട്ട് അവൻ്റെ ആവശ്യക്കത്തിനെ പൂർത്തിയാക്കുക. ಬೇರೆನೋರಕ್ಕೂ അവൻ്റെ ആവശ്യം എന്താ ഉണ്ട് അതാക്കുക. ಬೇರೆಂದುಗಲ್ಲ அதுக்காயிட்டு ദീന്. ഇപ്പം ദുനിയാവുടെ ഇൽമു ഒരുത്ത ഫിസിക്സ് പഠിக்கிறான், ബയോളജി പഠിக்கிறான். അവൻ്റെ ഉമ്മ അപ്പമാർ ആരും ചൊല്ലമേ ഇല്ല. രണ്ട് മൂന്ന് ബയോളജി പഠിച്ചാൽ പിന്നെ ഭാരി ചേഞ്ചസ് ബാവ. ഒരു ഉമ്മമാർ ചെല്ലല്ലേ ഒരു അബ്ബമാർ ചെല്ലല്ല. രണ്ട് മൂന്ന് ഫിസിക്സ് പഠിച്ചിട്ട് മാഷാല്ല ഇപ്പം നിസ്കരിക്കുക പോയിട്ടുള്ള ഇല്ല. ഖുറാൻ ക്ലാസ് കേട്ടാൽ പിന്നെ മാഷാല്ല എൻ്റെ മൂന്ന് ഫുൾ ചേഞ്ചസ് ബാവ. 5 വക്ത് നിസ്കാരത്ത് പോയിട്ടുള്ള ചേഞ്ചസ് എവിടെ ഉണ്ടാക്കണോ? ഖുറാൻ ഉണ്ടാക്കറവുണ്ടേ, ഹദീസ് ഉണ്ടാക്കറവുണ്ടേ. ദുനിയാവുടെ ഇൽമ ഉണ്ടാക്കില്ല. ദുനിയാവുടെ ഇൽമ എന്താക്കറ അവൻ്റെതേ മാത്രം ഉണ്ട് ബയറിനൊടുക്ക് നോക്കണത്. ಬೇರೆಂದು നോക്കല്ല അവൻ്റെ ഒരു ബദലാവണ ഉണ്ടാക്കില്ല. അപ്പം ഈ ഇൽമ ഞങ്ങളെ മേൽ പഠിക്കൽ എന്തായിട്ട് വാജിബ്. ദുനിയാവുടെ ഇൽമല്ല ഖുർആനും സുന്നത്ര ഇൽമ. അത് അവൻ്റെ ഈ ദുനിയാവിലും വിജയാക്കട് പരലോകത്തിലും കൂടെ വിജയാക്കബാട്ട്. അത് മനസ്സിലാക്കും. പ്രത്യേകമായിട്ട് ഞങ്ങൾ പഠിക്കുള്ള ഒന്നാമത്തെ വിഷയം ഇൽമും ഞങ്ങൾ ഹാസിലാക്കണം. ഏതത് ഇൽമും ഞങ്ങളെ സൃഷ്ടിച്ച് ഞങ്ങളെ റബ്ബുടെ ബകൽ പഠിക്കണം. അവനാറ് അവനെന്തരേ അവൻ്റെ ശക്തി സാമർത്ഥ്യത എന്തരേ ഇത് പഠിച്ചിട്ടേ വേണം ഞങ്ങൾ. അതായിരിക്കും അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലി ഞങ്ങളിൽ ഓരോരുത്തരിൽ പ്രതി ഓരോരുത്തരെ വിളിച്ച് അല്ലാഹു ചൊല്ല യാ അയ്യുഹല്ലദീന ആമനൂ ഓ മുഅ്മിനായ ആൽമാരെ ഖൂ
അൻഫുസകും വ അഹ്ലീകും നാരാ, നിങ്ങളും പിന്നെ നിങ്ങളെ സന്താനത്തും കൂടെ നരകത്തെ അദാബിൽ നിന്നിട്ട് നിങ്ങൾ സംരക്ഷണാക്കിയുള്ളൂ. എന്നൊക്കെ നരകത്തെ അദാബിൽ നിന്ന് സംരക്ഷണാക്കുക ഏത് ഇൽമ ബേനായ ദുനിയാവിടെ ഇൽമ? ദുനിയാവിടെ ഇൽമ കൊണ്ട് നരക ബച്ചവാക്കുക അവിടെ നിങ്ങൾക്ക് ഇല്ല. എന്തിലൂടെ അല്ലാഹു ചൊല്ലുന്ന ഖുർആനിൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഓരോരോ മുഅ്മിനീങ്ങളെ വിളിച്ച് അല്ലാഹു ചെന്നോട്ടുള്ള ഖൂ അൻഫുസകും, നിങ്ങളും ശരീരത്തെ നിങ്ങൾ ബച്ചവാക്കറു, വ അഹ്ലീകും, നിങ്ങളെ കുടുംബത്തും കൂടെ നിങ്ങൾ നരകത്തെ അദാബിൽ നിന്ന് ബച്ചവാക്കറു. ഏതിൽ നിന്നിട്ട് നാറാ, ആ നരകത്തെ അദാബിൽ നിന്ന് സംരക്ഷണം കണ്ടെങ്കിൽ ഇത് അതിരെ ബഗിൽ പഠിക്കുള്ളതായ ഇൽമു കണ്ടെങ്കിൽ അത് ഖുർആനും സുന്നത്ര ഇൽമല്ലാണ്ട് വേറെ ഏതൊരു ഇൽമു കൊണ്ട് സാധ്യമേ ഇല്ല. മനുഷ്യർ അതിന് മുതൽ ഓടറു, അത് പഠിക്കറു. ഖുർആൻ നമുക്ക് ഈ ദുനിയാവിടെ സകല സമസ്യക്ക് പറയാറുണ്ട്, യാതൊരു പ്രശ്നമേ ഇല്ല. എൻ്റെ മനുഷ്യ സമൂഹങ്ങ ഇത്ര സമസ്യക്ക് പോകുന്നേ, അവന് ഖുർആനും പഠിച്ചിട്ടില്ല, സുന്നത്തും പഠിച്ചിട്ടില്ല. ഖുർആനും സുന്നത്ര ഇൽമു പഠിച്ചാറാ നിക എൻ്റെ സമസ്യ ഞങ്ങളെ കണ്ണുമുന്നല്ല വരട്ട് അപ്പമ്മ ഖുർആൻ നോക്കിയിട്ട് ഹദീസ് നോക്കിയിട്ട് പരിഹാരം കണ്ടുപിടിക്കുക സോളോടെ. ഇത് ബുക്ക് ഈ രണ്ട് ഖുർആനും സുന്നത്തല്ലാണ്ട് മനുഷ്യരെ സമസ്യക്ക് പരിഹാരം കണ്ടുപിടിക്കൂടെ സാധ്യമേ ഇല്ല. എത്ര ആൾമാർ എഴുതിയാറ് ബുക്കുങ്ങ, എത്ര തത്വിക ಅಂದ್ರೆ തത്വജ്ഞാനങ്ങ, ഭൗതിക ജ്ഞാനങ്ങ ഡസ്റ്റ്ബിന്നുണ്ട് ಎಲ್ಲ ഇപ്പം. സാധ്യമില്ല മനുഷ്യರ സമസ്യത്തുകുള്ള ಪರಿಹಾರ ಅವನೇ ಚೊಂತರಣ ನಂಗೆ ಅವನು ಸೃಷ್ಟಿച്ചರೇ ಅವನೇ ಅದಕ್ಕೆ ಪರಿಹಾರತೆ കാട്ടിത്തരണം. അത് എവിടുണ്ടു? ഖുർആനുണ്ട്. എന്താക്കിയ ഖുർആന്റെ അട്ടത്തിൽ വെച്ചിറ മർച്ചെങ്ക് ഓതക തുടങ്ങിയിട്ടുള്ള പഠിച്ചോണ്ടില്ല. അത് പഠിക്കുറത് പഠിക്കറു. ഖുർആൻ പഠിച്ചേൻ കണ്ടെങ്കിൽ എങ്ങനെ ഖുർആൻ പഠിച്ചേൻ കണ്ടെങ്കിൽ നിങ്ങളെ മക്കളെ വലിയൊരു സയന്റിസ്റ്റ് ആക്കോ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ട് കണ്ടെങ്കിൽ ഇതാ ഖുർആൻ പഠിപ്പാട്ടു വലിയ സയന്റിസ്റ്റ് അവിടെ ആവണു, വലിയ സയന്റിസ്റ്റ് അവിടെ. നിങ്ങളെ മക്കളെ ഗണിത ശാസ്ത്രത്തിൽ വെച്ചിട്ട് അതി ഉന്നതമായ തജ്ഞ ഉണാവണ ഖുർആൻ പഠിപ്പാട്ടു. ഖുർആന്റെ ഗണിത ശാസ്ത്രം ഉണ്ടല്ലേ, എത്ര ആലിമാർക്ക് പിടിത്ത് കിട്ടില്ല. വലിയ സയൻസായി ഇൽമായിട്ട് ഖുർആന്റെ ഗണിത ശാസ്ത്ര ഇങ്ങൊത്തുണ്ടാ പഠിക്കണു. ദുനിയാവിലും ആർത്ഥിക സമസ്യ കുസിങ്ങിത്താ ഇതാ ഓത് ഖുർആൻ ഇൽമ പഠിച്ചോണു, ಅದಕ್ಕೆ സമസ്യ കാട്ടി വിട്ട യാതൊരു പ്രോബ്ലം ഇല്ല. എൻ്റെ ഉമ്മറിലെല്ലാം ഉണ്ട് കാലഘട്ടത്തിൽ ഒരേ ഒരു പാവത്തങ്ങ ഇല്ല. എല്ലാ പൈസങ്ങ കൊടുക്കറങ്ങേമേ എൻ്റെ പൈസങ്ങ കൊടുക്കറങ്ങേമേ എന്നിട്ട് ലാസ്റ്റ് ആ കാശ് എങ്ങനെ ആഫ്രിക്കത്ത് കിടത്തിയോ എടുക്കറങ്ങ ആരെന്തേ ഇല്ല. അങ്ങ് ഖുർആൻ കൊണ്ട് ഞങ്ങളെ സമസ്യത്തെ പരിഹരിക്കാറ് ഇണ്ടാ. സമസ്യത്തെ മേൽ സമസ്യ അതൊക്കെ പരിഹാര സ്വതാ കണ്ടുപിടിക്ക വേണ്ട, അതും പിയുടെ സമസ്യ ആയിപ്പോണ്ട. ഉണക്കും സമസ്യത്തിലേ മുങ്ങി തീരില്ല മനുഷ്യരുടെ അവസ്ഥയുണ്ട്. എന്തേ ഖുർആന്റെ തൊട്ട് ഞങ്ങൾ ചൊമ്മ ദൂരമുള്ള സഹോദരന്മാരെ, ചൊമ്മ ദൂരമല്ല ഞങ്ങൾ തെല്ലെന്തും അല്ല, ചൊമ്മ ദൂരമല്ല ഓ ഒതകെ വെച്ചറ. അതുകൊണ്ട് ആദ്യമായിട്ട് ഞങ്ങൾ ഖുർആനും സുന്നത്ര ഇൽമു സേട്ട് ഞങ്ങൾ പഠിക്കണം. ആ ഇൽമു ഈ ദുനിയാവുള്ള ഞങ്ങളെ വിജയാക്കുപാട്ട് പരലോകത്തെ നരകത്തെ ശിക്ഷയിൽ നിന്നിട്ട് ഞങ്ങൾ സംരക്ഷണാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞങ്ങൾക്ക് തൗഫീഖ് തരുമാറാകണം. സാന്ദർഭികമായിട്ട് ഞങ്ങൾക്ക് ನೆನಪಾಕುಗೊಳ್ಳ ಈ ഒരു വിഷയമായിട്ട് ಏನು ഇൽമുൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൽമായിട്ട് തൗഹീദ് ഇൽമ. എന്തിനാ ഞങ്ങൾ പഠിക്കണേ? ഫസ്റ്റ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പഠിക്കും. ഭാരിയൊരു ಅಂದರೆ ചുണ്ടു മടങ്ങാത്തതായോ വെറും നാവുൽ ചൊല്ലതായോ പലക്കത് വചന ലാ ഇലാഹ ഇല്ലല്ലാഹ്. എത്ര സുലാഭ ചൊല്ലൊക്കെ സുലാഭ, ಅದರ ದಿನ എത്ര ബില്ലുണ്ട് കൊണ്ടുണ്ടാ. നല്ല ദിനം ലഭിച്ച നല്ല ഇൽമത് പഠിച്ചു തീരാത്ത ഇൽമത് കാലി ചൊല്ലൊല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെ പഠിക്കാണ്ട് ഓർത്ത 100 വട്ട ചൊന്നെങ്കിൽ ലാക്ക് വട്ട ചൊന്നെങ്കിൽ എന്ത് പ്രയോജനം കിട്ടില്ല ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞങ്ങൾ പഠിക്കും ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇന്ന് ഞങ്ങൾ ഓരോരോ മുസ്ലിമരൊട്ടിಗೆ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലു ചെന്നെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നു കൂട്ട എന്തിന്റെ അർത്ഥം അവನಿಗೆ ಗೊತ್ತಿಲ್ಲ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഞങ്ങൾ പഠിക്കുന്നു. ഒന്നാമത്തേത് അതായിട്ട് അള്ളാഹു അല്ലാണ്ട് ആരാധനക്ക് അർഹനായിട്ട് വേറെ ആരുമില്ല ചൊല്ലത്. ആ ഇൽമുൽ വെച്ചിട്ട് ഏറ്റവും വലിയ ഇൽമായിട്ട് തൗഹീദ് ഇൽമ. എന്നിട്ട് തൗഹീദ് ചെന്നെങ്കിൽ നിങ്ങൾക്ക് കാണാം വഹദത്തിൽ നിന്ന് വന്നായിട്ട് ತೌಹೀದ್ ಚೆನ್ನಂಗೆ ಏಕೀಕರಣ ಹಾಕೊಡು, ಒಂದಾಕೊಡು, ಒಗ್ಗೂಡಿಸುವುದು, ಒಂದಾಕಿಸುವುದು ಅಥವಾ ಏಕೀಕರಿಸುವುದು ತೌಹೀದ್ ಚೆನ್ನಂಗೆ. ಅವ ಎಂದ್ರಲ್ಲಿ ಏಕೀಕರಣ ಹಾಕೋಣ? ಅದು ತೌಹೀದ್ 3 ವಿಭಾಗ ಉಂಟು. ಒಂದು ತೌಹೀದುರ್ ರುಬೂಬಿಯ್ಯ, 2 ತೌಹೀದುಲ್ ಅಸ್ಮಾ ಉಸ್ಸಿಫಾ, 3 ತೌಹೀದುಲ್ ಇಬಾದ. ಇದು 3ലും റബ്ബിಗೆ ഞങ്ങൾ എന്താക്കണു?
തൗഹീദാക്കണം, ഏകീകരണാക്കണം. ഇത് ഏതും ഒന്ന് വിട്ടമാ ആപ്പ് എന്താ അവിടെ ലായിലായിലത്തിൽ എന്താ അവിടെ ഫയൽ അവിടെ മാർക്ക് പോകേണ്ടത്. റബ്ബിടെ മുട്ടത് ലായിലായിലല്ല ഫായിദ മണ്ടില്ല പരലോകത്തിൽ. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ അത് നിങ്ങൾ പഠിക്കണ എങ്ങനെ, അത് ധാരാളമായ വിഷയമായിട്ട് അതിൽ നിങ്ങൾ ഒന്നാമത്തെ പഠിക്കുകയില്ലേ റബ്ബ് റുബൂബിയത്ത്. റബ്ബ് ചെന്നെന്തരേ കന്നഡത്തിൽ ಅದಕ್ಕೆ ಪ್ರಭು ಚೊಲ್ಲಾರು, ಅದಕ್ಕೆ ಪರ್ಯಾಯമായ ಪದಮೇ ಇಲ್ಲ ರಬ್ಬು. ಕನ್ನಡത്തിൽ ಪ್ರಭು ಚೆಂದಿಂಗ ಅದರ ಅರ್ಥ ಎಂದಾವಲ್ಲ, ಪೂರ್ತಿಯಾವಲ್ಲ. റബ്ബ് ചെന്നെന്തരേ അൽ ഖാലിഖ്, ഖാലിഖ് ആയിട്ടിക്കറ. അർ റസാഖ്, റാസിഖ് ആയിട്ടിക്കറ. അൽ മുദബ്ബിർ, മുദബ്ബിർ ആയിട്ടിക്കറ. അൽ മുറബ്ബി, അൽ ഹാദി, അൻ നാസിർ. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് കൊടുത്ത അർത്ഥങ്ങൾ ഇതല്ല. റബ്ബ് ചെന്നെങ്കിൽ ഇതായി റബ്ബ്. ആര് റബ്ബ്? റബ്ബ് ചെന്നെങ്കിൽ ദുനിയാവുടെ സകല വസ്തുക്കളെ ശൂന്യത്തിൽ നിന്ന് സൃഷ്ടിച്ചവനായിട്ട് അള്ളാഹു. ആ വിശ്വാസ റുബൂയത്തിൽ വേണമെങ്കിൽ അല്ലാഹുല്ലദീ ഖലഖ സബഅ സമാവാതിൻ, അതേപോലെ വമിനൽ അർളി മിസ്ലഹുന്ന, അള്ളാഹുവായിട്ട് ആകാശത്തും കൂടെ സൃഷ്ടിച്ചു, അള്ളാഹുവായിട്ട് ഭൂമിയും കൂടെ സൃഷ്ടിച്ചു. അതേപോലെ സകല വസ്തുക്കളെ സൃഷ്ടിച്ചോണു അള്ളാഹുവായിട്ട്. അത് മാത്രമല്ല അവൻ ആര് ചെന്നെങ്കിൽ അല്ലാഹുല്ലദീ ഖലഖകും, അള്ളാഹു നിങ്ങളെ സൃഷ്ടിച്ചവനായിട്ട്. സുമ്മ റസഖകും, പിന്നെ നിങ്ങൾക്ക് റിസ്ക് തന്നവനായിട്ട്. സുമ്മ യുമീതുകും, നിങ്ങളെ മരിപ്പാട്ടും കൂടെ അവനെ. സുമ്മ യുഹീകും, പിന്നെ നിങ്ങളെ കൂടെ ഹയാത്താക്കണവനും അവനെ. വിശ്വാസവേനത് അത് മാത്രമല്ല ആകാശത്തിൽ നിന്നിട്ട് മലബർപ്പാട്ടവനാറ് അള്ളാഹുവായിട്ട്. അതും കൂടെ അതിൽ വിശ്വാസത്തിൽ ബണ്ട്. ഈ വിശ്വാസമല്ല അതിൽ ബണ്ട്. ഇനി അത് മാത്രമല്ല ഈ ദുനിയാവുടെ കൺട്രോൾ ആരുടെ കയ്യിലുള്ളേ? ഒമയുദബ്ബിറുൽ അംർ, ആരുടെ കയ്യിലുള്ള കൺട്രോളു അതും കൂടെ റബ്ബിന്റെ കയ്യിലായിട്ട് കൺട്രോളു. വേറെ ആരുടെ കയ്യിൽ വിട്ടുകൊടുത്തിട്ടില്ല. വിശ്വാസം വേണം നമുക്കത്. ഖുലില്ലാഹുമ്മ മാലികൽ മുൽകി തുഅതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലു നബിയേ, മാലികൽ മുൽക്ക്, മുൽക്കിനെ ಒಂದಾയിട്ടിರ, ಮಾಲೀಕಾയിട്ടിರ. തുഅതിൽ മുൽക, ಇಷ್ಟ ಇನ್ನವನಿಗೆ ಒಂದಾಕರ ಅಧಿಕಾರ ಕೊಡುಕರ. ಮೋದಿಗೂ ಅಧಿಕಾರ ಅಲ್ಲಾಹ್ವೇ ಕೊಡ್ತಾರೆ, ಟ್ರಂಪ್ಗೂ ಅಧಿಕಾರ ಅಲ್ಲಾಹ್ವೇ ಕೊಡ್ತಾರೆ. ಬೇರೆ ಯಾರುಮಲ್ಲ, ಟೆನ್ಷನ್ ಹಾಕೊಂದಿಲ್ಲ. ರಬ್ಬು ಕೊಡ್ಕರೆಲ್ಲ എല്ലാം മാറി കൊടുക്കുന്ന റബ്ബേ, ടെൻഷൻ ആക്കുക എന്തുമില്ല. എന്തു കൊടുത്താണ്ട് ನಂಗೆ ಅದು പിന്നെ പഠിക്കാം. ಅವನು കൊടുക്കുന്ന ചില ഹിക്മത്തുണ്ടു, വെറുതെ ഒന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലി, ಅವನು ഇഷ്ടೆಂದೆಂಗಲ ಅಧಿಕಾರത്തെ ಬಳಿಸಿ ಕೀಲಿಡ್ಡ. ಅವನು ಇಷ್ಟೆಂದೆಂಗಲ ಎಂದಾಕಡ ಅಧಿಕಾರത്തും മഹത്വം ഇസ്സത്തും കൊടുക്കറ. എല്ലാം അവന്റെ കയ്യിലുള്ള ഖൈർ ഒളിത്തെല്ലാം നല്ലതെല്ലാം റബ്ബിന്റെ കയ്യിലുള്ള എല്ലാ വിഷയത്തിലും അവനെ സാമർത്ഥ്യമുള്ളവനായിട്ടിക്കറ. വിശ്വാസവേനിത് റുബൂബിയത്തിൽ വിശ്വാസവേನು. ಈ ವಿಶ್ವಾಸ ಅವನಿಗೆ ಮಕ್ಕಾ ಮುಶ್ರಿಕಿಗಿಲ್ಲ ಅಂತ ಎಂತ? ಈ ವಿಶ್ವಾಸ ಮಕ್ಕಾ ಮುಶ್ರಿಕಿಗಿಂತ ಭಯಂಕರ ಬೆಲೆ ಅಜಬ್ ವಿಶೇಷ. ಈ ವಿಶ್ವಾಸ ಫಿರೌನು ಕೂಡ ಇಂತ മനസ്സിലാക്കൊണ്ടിങ്ങ. ഈ വിശ്വാസ ആരെಗಿಂತ? മക്കാ മുശ്രിക്കിಗೂ ಮಿಂತ, അതേപോലെ ಬೇರೆ ആരെಗಿಂತ? ഫിറഔನು ಕೂಡ ಇಂತ. മക്കാ മുശ്രിക്കിന്റെ ಬಗ್ಗೆ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ചൊല്ലി നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ല, നബിയേ ഞങ്ങളൊട്ടിಗೆ കേൾക്കൂ. ആരൊട്ടിಗೆ? അതാ മുശ്രിക്കായ ആൽമാരൊട്ടിಗೆ നിങ്ങൾ കേൾക്കണു. എന്തിനെ കേൾക്കണു? ഈ ആകാശത്തെ സൃഷ്ടിച്ചവനാറ്, ഈ ഭൂമിയും കൂടെ സൃഷ്ടിച്ചവനാറ്. നിങ്ങ എന്താക്കണു? അങ്ങോട്ടേക്ക് കേൾക്കണു. അപ്പൊ അങ്ങനെ ചൊല്ലാർ സയഖൂലൂന ലില്ലാ, ഖുൽ കേൾക്കൂ നബിയേ, മർ റബ്ബുസ് സമാവാതി സബ, ഏഴ് ആകാശത്തും സൃഷ്ടിച്ചവനാറ്. വറബ്ബുൽ അർശിൽ അളീം, അർശിലെ ഉടമസ്ഥലം ഉടയനാറ്, മഹാനായോ അതി ഉന്നതമായ അർശിലെ ഉടയനാറ്. അതും റബ്ബായിട്ട് സയഖൂലൂന ലില്ലാ. പട്ട ആൻസർ വേണ്ടെങ്കിലത് അല്ലാഹു. ഇനി നിങ്ങൾ ബംബിയദിഹി മലകൂതു കുല്ലി ഷൈ, പ്രതി ഒന്നിനും ഉടമസ്ഥ ആരുടെ കയ്യിലുള്ള അധികാര ആധിപത്യ ആരുടെ കയ്യിലുള്ളേ? സയഖൂലൂന ലില്ലാ. പട്ടം ആൻസർ ആക്കിക്കൊണ്ടിരുന്നാർ അല്ലാഹു. അപ്പത്തുക പുത്ര കൊടുത്തോണ്ടിരുന്നാർ. ഇനി നിങ്ങൾ നോക്കറും ഖുൽ മൻ യർസുഖുകും മിനസ് സമാ, ആകാശത്തിൽ നിന്നിട്ട് റിസ്ക് നിങ്ങൾ ഇറക്കി തണ്ടോണാറ്. സയഖൂലൂന ലില്ലാ. പട്ട എന്തിനത്? അല്ലാഹുവായിട്ടിരിക്കണം. ഒമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വമൻ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ,
ಆರದು ಜೀವ ಉಳ್ಳದ್ರೆ ನಿರ್ಜೀವಾವಸ್ಥೆಗೆ ಕೊಂಪೊಂಡೆ ನಿರ್ಜೀವಗೆ ಜೀವ ಇದ್ದವಣ ಆರು സയഖൂലൂനലില്ല എല്ലാത്തുക്കും ആൻസർ ആറ് അള്ളാഹു. ആറ് ആകാശത്തിൽ നിന്ന് ബലപുറപ്പാടോ അള്ളാഹു. നിങ്ങളെ സൃഷ്ടിച്ചവനാറ് അള്ളാഹു. അങ്ങനെ ആൻസർ എഴുതി നോക്കൂ. ഫിറൗൺ ചൊന്നെന്തേ അന റബ്ബുകുമുൽ അഅ്ലാ. റബ്ബുണ്ടാവും വാദിച്ച എന്തേ റബ്ബു ചെന്നെന്തേ ഞങ്ങൾ ഇപ്പല്ല പഠിച്ച റുബൂയത്ര മേലുള്ള വിശ്വാസം അല്ലെ. റബ്ബ് അന റബ്ബുകുമുൽ അഅ്ലാ. അണ്ടത്തെ കാലഘട്ടത്തെ ആൽമാറൊട്ടിയവನು ചൊന്നൂറ് പലക്കുണ്ട്. ഞാൻ നിങ്ങളെ സംരക്ഷിക്കണവನು, ഞാൻ നിങ്ങളെ പരിപാലിക്കണവನು, ഞാൻ നിങ്ങളെ സംരക്ഷിക്കണവನು, ഞാൻ നിങ്ങളെ പരിപാലിക്കണവನು. നാനും ഇത് തന്നില്ലേ കണ്ടെങ്കിൽ നിങ്ങൾക്ക് റിസ്ക്കില്ല. നാനും ഇത് തന്നി പിടിച്ചേൻ കണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും കുടിക്കുക കിട്ടല. ആൽമാരെല്ലാം നമ്പിയാറ് ഓണ്ടമേ അടിമയാറ്. മൂസ അലൈഹിസ്സലാം പോയിട്ട് വേണ്ട, ഫിറഔനല്ല നിങ്ങളെ റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ചവനൊർത്തല്ല അള്ളാഹ്. ಅವನಾಯ್ಟಿಗರ ನಿಂಗಲ ಸೃಷ್ಟಿಚವನು, ಅವನಾಯ್ಟಿಗರ ನಿಂಗೆ ರಿಸ್ಕ್ ತಂಡವನು, ಪ್ರತಿ ಒಂದುം ತಂಡವನು ಅವನೇ ചൊല്ലുമ്പോ ആരും സ്വീകരിച്ചില്ല. എല്ലാം പിറവുചാരിയാർ. അപ്പൊ അള്ളാഹു എന്താക്കിയ തീരുമാനാക്കിയ സറി റബ്ബാർ നോക്കാം ഉണ്ടെ അഹങ്കാര ഉണ്ടെ ഇതെല്ലാം എന്തേ അവിടെ നെയിൽ നദി ഒലിగి നിറഞ്ഞോണ്ടിന്ത് കൃഷിങ്ങ ഉണ്ടായിട്ടിന്ത് നല്ല ഫുഡുങ്ങ അള്ളാഹു നെയിൽ നദിയിലെ ബത്തുപാട്ടലോട് കൂടി കൃഷിയുമില്ല, തിന്നുകില്ല, കുടിക്കുകയില്ല, എന്തുമില്ല. എല്ലാം ഓടി വന്നാർ ഫിറോന്റെ മുട്ട. എന്നിട്ട് ഫിറോന്റെ മുട്ട ഓടി വന്നാർ. ഫിറോനോട് വന്നേ നീനല്ല റബ്ബു ചെന്നറോ താ, നീനല്ലേ നിങ്ങൾക്ക് ഫുഡ് തണ്ടവണ് ചെന്നറ താ, നീ ഇത് തന്നില്ലേ പിടിച്ചു വയ്ക്കുന്ന ചെന്നറല്ലേ തണ്ടങ്ങ ആറില്ല താ. ഫിറോന്റെ സീറ്റ് ആടിത്ത് ಗೊತ್ತಾಯ್ತು. ಫಲ ಆಲ್ಮಾರ್ಗು ಮೂಸಾ ಅಲೈಹಿಸ್ಸಲಾಂ ಪರಿಚಯ ಕಿಡದಯ ಅದೇ ಅಲ್ಲಾಹುವೇ ನಂಗಲ ರಬ್ಬು ಚೆನ್ನು ಮನಸ್ಸಿಲಾಕ್ಯಾರಂಗ ಓಣು ಗೊತ್ತಾಯ್ತು. ಇಪ್ಪ ಸೀಟ್ ಆಡ್ പോയോടേക്ക് സീത മൂസ അലൈഹിസ്സലാമിലൊട്ടിക്ക്. യാ മൂസ എന്തൊരു ചെന്ന് കൊണ്ടുണ്ട ഉദ്ഉ ലനാ റബ്ബക്, നിന്റെ റബ്ബുരൊട്ടിಗೆ നീ ഞങ്ങൾക്ക് പേന്മായിട്ട് പ്രാർത്ഥിക്കണു. ബിമാ അഹിദ ഇൻദക്, നിക്ക് അള്ളാഹു തന്ന ആ കരാറിന് മുന്നിൽ വെച്ചിട്ട് ലൈൻ കശഫ്ത അന്ന റിജ്സ, ഞങ്ങൾക്ക് ഈ ബന്നതായ ഇടങ്ങേറ് തൊന്തരങ്ങളെ നീ നിവാരണാക്കാൻ കണ്ടെങ്കിൽ ലനുഅ്മിനന്ന ലക്, ഇതാ നിന്റെ മേൽ ഞാൻ വിശ്വാസം വയ്ക്കണമേ. വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ, ബനി ഇസ്രായേൽ നിന്റെ ഒട്ടിಗೆ ഞാൻ കടത്തര പ്ലീസ് ദുആ. മൂസ അലൈഹിസ്സലാം നബിമാരങ്ങ മനസ്സിൽ ചൊമ്മെ ആങ്ങളെ ഉമ്മത്ര മേൽ പിരിസിക്കറങ്ങ ഇപ്പയിൽ സ്വീകരിക്കും ഫിറൗൺ ബറു ഒക്കല്ലേ ഒക്കു പ്രാർത്ഥിച്ചിട്ട്. അങ്ങനെ പ്രാർത്ഥിക്കലോടുകൂടി നൈൽ നദി ഒലകളോടുകൂടി കൃഷ്യം പിന്നാവലോടുകൂടി മൂസ അലൈഹിസ്സലാം ഫിറൗൻ്റെ ഒട്ടിಗೆ വന്ന് കേട്ടപ്പ അഹങ്കാര കാട്ടിയ ഇത് നീ ഇന്നിട്ടല്ല ഇവിടെ, നീ നിന്റെ ആൽമാർ എന്നിട്ട് ഇത്ര പ്രോബ്ലം വന്നേ പെറവാ ദ്വാർക്കോ ചെന്നവನು ഏതരാ മൂസ അലൈഹിസ്സലാം റസൂലുడు కొని తింతవనుకు. സരി അള്ളാഹു സുബ്ഹാനഹു വതആല ജണ്ടാമത്തെ അവൻ്റെ മേൽ ഇതാക്കിയ അവൻ്റെ മേലെ പിന്നെ ഒരു അറ്റാക്ക്. എന്തിനത് നുപ്പാട്ട് അള്ളാഹു തന്നില്ലാണ്ട് കൃഷിയില്ലാത്തനിക്ക് ആക്കിയ, തിന്നുകില്ലാത്തനിക്ക്, കുടിക്കതില്ലാത്തനിക്ക് ആക്കിയ. സരി നിങ്ങൾ അവറബ്ബവണ ആರು ചെന്നെങ്കിൽ എന്നിട്ടും തിന്നാത്തനിക്ക് അവണാക്കിറ. ഫുഡുണ്ട് നിങ്ങളെ മുന്നിൽ തിന്നാത്തനിക്ക് ആക്കറ, തന്നുണ്ട് നിങ്ങൾ കുടിക്കാത്ത പോലെ ആക്കറോണായിട്ടിക്കറ. ബന്ധ് എന്തിരെ ക്രിമിക്കീശങ്ങ മിടത്തെങ്ങ അങ്ങനെ ഫുഡിന്റെ മേൽ തിന്നുകയില്ല, നിങ്ങൾക്ക് കുടിക്കുകയില്ല. നിങ്ങൾക്ക് ಎಲ್ಲರ ಅವಸ್ಥೆ ಭಯಂಕರ ಆಯ್ತು. ಬದಾರ್ ಫಿರೋಂಡ ಹೊತ್ತಿಗೂ ಎಲ್ಲ ಉಂಡೆ ಕೊಟ್ಟಾರತ್ತು ಪ್ರತಿಭಟನೆ ಆಯ್ತು. ನೀ ಎಲ್ಲ ರಬ್ಬು ചെന്നിട്ട് താ മൂയുടെ കൊടുക്കറേ ಬೆಲೆ ಕಾರೂಣಿನ നല്ല സമ്പത്തുള്ളവನು ഉണ്ട്. സമ്പത്തെല്ലാം അട്ടി വെച്ചിട്ട് എന്തൊരു ഫായ്ദ വന്ന് ഒരു ഫായ്ദ ഇല്ല. സമാജത്തിക്ക് എന്തും കൊണ്ടുകൊണ്ട് ആ സമ്പത്ത് കൊണ്ട് എന്തും ആക്കുകയില്ല. എന്താಯ್ತಪ್ಪ ಬಂದ ಫಿರೋൺ കൊണ്ട് സീറ്റാട്ടു ಅಂತಾಯ್ತು. ഫിറോൺ മനുഷ്യല്ലെಂದ್ರೆ ഉദ്ഉ ലനാ റബ്ബക് ബിമാ അഹിദ ഇൻദക് ലൈൻ കശഫ്ത അന്ന റിജ്സ ലനുഅ്മിനന്ന ലക വലനുർസിലന്ന മഅക ബനി ഇസ്രായേൽ. മുസ ದುಆ ಕರು. ಈ ತೊಂದರೆ ಪ್ರಾಬ್ಲಮ್ಸ್ ನಿವಾರಣೆ ಹೆಂಗಿದ ಖಂಡಿತ ವಿಶ್ವಾಸ ಬೇಕ್ರಿ. ಒಕ್ಕು ಸರಿ ಎಂದಾಕಿತ್ತು ದುವಾರ್ದತ್ತು ಪ್ರಾಬ್ಲಮ್ ತಿಂತು ವಿಶ್ವಾಸಿಕ್ಕರು ಪಾಡೆ ಆಲ್ಮಾರೆ ಒಂದೇ ಇದೇ ಫಿರೌಂಡೆ ಮೇ ಆಲ್ಮಾರು ಸನ ಗೊತ್ತಾಯ್ತು ഫിറൗൺ ഞങ്ങൾ റബ്ബല്ല ഉണ്ട്. മൂസ അലൈഹിസ്സലാം പരിചയപ്പെടുത്തിയ റബ്ബുണ്ട്. ചെന്ന കാണ്ടങ്ങളെ കണ്ണു വന്നോളൂ. ലാസ്റ്റ് മൂന്നാമത്തെ അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങളെ മേൽ പേൻ സൈനികളെ കടത്തിയ തലയിലും പായിലും എവിടെ നോക്കിയും പേനെ, എഞ്ഞ് നോക്കിയും പേനെ. ഇങ്ങക്ക് ഉറക്കില്ലാത്ത എനിക്ക് അവസ്ഥ എല്ലാ ആൾമാർ ഫിറൗൻ്റെ ഒത്തു ഇതേപോലത്തെ പ്രോബ്ലം ഫിറൗൻ്റെ കൊണ്ട് എന്താക്കുകയില്ല. ബന്നെ മൂസ അലൈഹിസ്സലാം റൊട്ടിയും അതും നിവാരണാക്കിത്ത് മൂസ അലൈഹിസ്സലാം ദുവാർന്നിട്ട് റബ്ബ് റൊട്ടിയെ. പിന്നെ ആങ്കാറ കാട്ടിയാർ. നാലാമത്തേത് അല്ലാഹു സുബ്ഹാനഹു തആല കപ്പങ്ങളെ കടത്തിയ
എന്നെ നോക്കി കപ്പെ എവിടെ നോക്കി കപ്പെ ഒന്ന് കൊത്തിയ 10 പ്രത്യക്ഷമാവും പോലെ ഇങ്ങളെ തൽവാറാവട്ടെ ഇങ്ങളെ വെപ്പൻസ് ആവട്ടെ ഒരു ഫായത ബന്തില്ല മനസ്സിലാക്കും ഇങ്ങളെ തൽവാറും ഇങ്ങളെ സൈനിക പടങ്ങും ഒരു ഫായത ബന്തില്ല ബന്നാറെല്ലാം കേൾക്കൂ മോ പോണ്ട എവിടേക്ക് ആൽമാർ പോണ്ട എവിടേക്ക് മുസാലിസ് അവരൊട്ടിക്ക് ദുവാർക്കോർ അതും നിവാരണായിട്ട് പിന്നെ ചോരങ്ങ അങ്ങനെ മൂക്കുൽ ചോര എരിയ തുടങ്ങിയിട്ട് അങ്ങനെ തന്നിലും അങ്ങനെ എവിടെ നോക്കി ചോര ಇಂದ್ರೆ ದಮ್ಮೆಡುಕೋ ಕಷ್ಟ ಆಯ್ತು ಓರು ಡಾಕ್ಟರ್ಮಾರ ಕೊಂಡು ಮರಂದಿಲ್ಲ ಅಂಕದಲ್ಲಿ ಎಂಗಂತೆಂಗಿದ ದೃಷ್ಟಾಂತ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ತಆಲ ಜೊಳ್ಳ ಫಅರ್ಸಲ್ನಾ ಅಲೈಹಿಮು ತೂಫಾನ್ ವಲ್ ಜರಾದ ವಲ್ ಕುಮ್ಮಲ ವಲ್ ಲಫಾದಿಯ ವದ್ದಮ ആയാതിൻ മുഫസ്സിലാത്ത് ഫസ്സലായ നല്ല സ്പഷ്ടമായിട്ട് വിവരിക്കുന്നതായ ആയാത്തുകൾ നിങ്ങൾ കടത്തിയ തൂഫാനുകളെ കടത്തിയ പേൻസൈനുകളെ കടത്തിയ മിടത്തങ്ങളെ കടത്തിയ കപ്പങ്ങളും കടത്തിയ ചാരം നിങ്ങൾ കടത്തിയ ഈ എല്ലാ ദൃഷ്ടാന്തം കണ്ണു മുന്നിൽ കണ്ടതായോ ആ ജനാംഗം ഫസ്തക്ബറു അഹങ്കാര കാട്ടിയാർ സത്യത്തെ നിഷേധിച്ചാർ അഹങ്കാരിയായ സത്യത്തെ നിഷേധിയായ കൗമായിട്ട് അങ്ങ് മാറപ്പെട്ട അപ്പൊ റബ്ബ് ആറിട്ടങ്ങ് കുന്തായിട്ട് അപ്പൊ എന്തായിട്ട് സോദം ചുമ്പ വിഷയം പഠിക്കൂല തൗഹീദ് ഇത്ര ചെറിയ ടൈമിൽ തീരെ വിഷയമല്ല സാധാരണ നിങ്ങൾക്ക് നല്ല രൂപത്തിൽ വിവരിക്കണമെന്ന് വിചാരിച്ചതാണ് സമയം എത്ര ಬೇಗ തീർന്നിട്ട് നക്കത് ഇൻഷാ അല്ലാഹ് ഓക്കെ ജസാക്കല്ലാ ആയെങ്കും മയ്യാവല്ലേ ചെയ്യ അപ്പൊ ഇവിടെ എന്തായിട്ട് ഈ ആൾമാರು ഗൊಂತಾಯ್ತು അഹങ്കാര കാട്ടിರ അല്ലാഹു സുബ്ഹാനഹു തആല അവിടെ എന്തായിട്ട് ആ സന്ദർഭത്തിൽ ചൊല്ലു മൂസാ അലൈഹിസ്സലാം ഈ എല്ലാ ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് ഇറക്കിരോ അള്ളാഹുണ്ട് നീ ഗൊಂತುಲ್ಲല്ലേ ദുനിയാവിടെ സൃഷ്ടിച്ചവനു ചെന്നിട്ട് ഗൊಂತಿಂತ അയ ഞങ്ങൾ ഇന്ത്യത്തെ മുസ്ലിമ വിശ്വാസം എന്തേ ബാവൽ എല്ലാ സൃഷ്ടിച്ചോ അല്ലാഹു ബാവലിടുക ബാവലി സുലൈമാൻ നബി അലൈഹി സ്വലാം സൃഷ്ടിച്ചൊരു ബാവ വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് ഇപ്പം അത് ബാവൽ സൃഷ്ടിച്ചവനാണ് അത് സുലൈമാൻ നബി അലൈഹി സ്വലാം അല്ല അള്ളാഹു ബാവൽ സൃഷ്ടിച്ചത് സുലൈമാൻ കാരണം എന്തൊക്കെ കേൾക്കൂല്ല അത് ബായിലെ തൂറ് ബായിലെ തിന്നിടെ എല്ലാം ഉൾട്ടായിട്ട് തൂങ്ങിടി ഇതായിട്ടിക്കരു ഇതിൻ്റെ ദലീൽ ഖുറാനും ഇല്ല സുന്നത്തും ഇല്ല ഞങ്ങൾ ചൊന്നത് ഖുറാൻ അല്ലാഹു ചൊല്ല അല്ലാഹുല്ലദീ ഖാലിഖ കുല്ല ഷൈ പ്രതിയൊന്നും സൃഷ്ടിച്ചിട്ടാണ് അവനെ ഇല്ല ബാവലി അത് സുലൈമാൻ നബി ആകാശത്തിൽ നിന്ന് മലവർപ്പാട്ടോണു മക്ക മുശ്രിക്കുകൾ ചൊന്നാർ റബ്ബായിട്ടിക്കര് ഞങ്ങളെ മുസ്ലിം ഉണ്ട് ചൊന്നോണ്ടുണ്ടു മൊയ്തീൻ ഷേഖ് ഞങ്ങളെ മുസ്ലിം എന്തിനാ ചൊല്ലു മൊയ്തീൻ ഷേഖ് അതുകൊണ്ട് റുബൂയത്തിൽ ശിർക്ക് ഞങ്ങളെ മുസ്ലിമിന്റെ മേൽ റബ്ബ് സനങ്ങ ആരും പഠിച്ചിട്ടേലും ഇത്തരത്തുള്ള റുബൂയത്തെ മേൽ ശിർക്ക് യാ കുതുബ അഹ്ലിസ്സമാ വലാ അർള ഗൈസഹുമാ പാട്ടിൽ ചൊല്ലേ ಅಂದ್ರೆ ആകാശഭൂമിയുടെ കേന്ദ്ര ബിന്ദുല മൊഹീദ്ദീൻ ഷേഖ് ഭൂമിയുടെ മേലും ആകാശത്തെ മേലുള്ള ആൾമാർക്ക് ഫലപ്രദമായ തന്നെ തണ്ടയലേ മുസ്ലിമിന്റെ വിശ്വാസം കടലിനെ സൃഷ്ടിച്ചവനാർ അള്ളാഹു അതിനെ സംരക്ഷിക്കുന്നവന്മാർ അള്ളാഹു ഞങ്ങളെ മുസ്ലിം സുറത്കലത്തെ ആൽമാരെ മുസ്ലിമിന്റെ വിശ്വാസം എന്തേ ഖിളിർ നബിയായിട്ട് കടലിനെ സംരക്ഷിക്കരേ ഉറൂസും നേർച്ചം എല്ലാം കൊണ്ടേ കൊടുത്തോണ്ടുള്ളാർ എടങ്ങേറുവേണ്ട വേണ്ടാണ്ട് അള്ളാഹു ചെന്നുകൊണ്ടുള്ള എല്ലാം സൃഷ്ടിച്ചിരണാണ് ബാവ എല്ലാം സംരക്ഷിக்கிறനാണ് ബാവ റുബൂയത്തിൽ ശിർക്ക് ഞങ്ങളെ മുസ്ലിമിന്റെ മേൽ അവസ്ഥയുണ്ട് മക്കാ മുശ്രിക്ക് കേൾക്കുള്ള ആകാശത്തെ സൃഷ്ടിച്ചവനല്ലേ ഭൂമിയെ സൃഷ്ടിച്ചവനവനെ മലയുടെ പുറപ്പാട്ടവനവനെ സകലമവനെ ഞങ്ങളെ മുസ്ലിം ഇല്ല ബാവല്ല സുലൈമാൻ നബി അതേപോലെ തന്നെ ആകാശം മല പുറപ്പാട്ട മൊയ്തീൻ ഷേഖ് കടല്ല ഖിദർ നബി ഓതിയാക്കി വിട്ടാർ റബ്ബു ചൊല്ല ഇതില് ഏകീകരണ വേണു തൗഹീദ് വേണു മക്കാ മുശ്രിക്കുಗೆ ಇಂತದ್ರ തൗഹീദ് ഫിറഔനുಗೆ ಇಂತದ್ರ തൗഹീദ് ഞങ്ങളെ മുസ്ലിമിക്കല്ല ഇനി നീ നോക്കൂ അസ്മാഉ സിഫാത്തിൽ ഇത് ധാരാളമായിട്ട് വിവരിക്കുന്നുണ്ട് സമയമില്ല അസ്മാഉ സിഫാത്തിലെ ഉള്ള വിശ്വാസങ്ങൾ അങ്ങ് പഠിക്കും ചുമ്മാ ധാരാളമായിട്ട് അത് നീണ്ടു പോകുന്നുണ്ട് ടൈമേ മയ്യാവില്ല ഇത് അപ്പോൾ അസ്മാഉ സിഫാത്ത് അതിലും കൂടെ എന്താക്കണം തൗഹീദ് ഞങ്ങളെ മുസ്ലിമിൽ എന്തെല്ലാം ഇറങ്ങിയരായിട്ട് അതിൽ വിവരിക്കുന്നുണ്ടാണ് വിചാരിച്ചത് സമയമില്ല അതിൽ അസ്മാഉ സിഫാത്തിലും കൂടെ എന്തായിട്ട് ശിർക്ക് സംഭവിച്ചിട്ടുണ്ട് ഞങ്ങളെ മുസ്ലിം സമൂഹത്തിൻ്റെ മേൽ പിന്നെ ഉള്ള ഈ അസ്മാഉ സിഫാത്തിലുണ്ടല്ലേ മക്കാ മുശ്രിക്കിൻ തുബാ വിശ്വാസ ഞങ്ങളെ മുസ്ലിമില്ല അത് വിവരിക്കണ വിഷയമായിട്ട് സമയമില്ല നാ വിവരിക്കില്ല മക്കാ മുശ്രിക്കുമ്പോൾ കൂടെ അസ്മാഉ സിഫാത്തിൻ്റെ മേൽ വിശ്വാസമിന്ത് 6 സ്പഷ്ടമായിട്ട് കാണ്ടോണം 6 കാതറും പിന്നെ കണ്ടിട്ട് നോട്ടത്തെ ശ്രവണത്തെ എന്തിനെ കൺട്രോളിലാവണം അല്ലാ എന്താ അള്ളാഹുടെ പേരുങ്ങ റാസിഖ് റിസ്ക് തന്നെ അള്ളാഹു ആ പേരാ 6 കിലോ തീരാ കൊണ്ടേയിട്ടാറ് മൊയ്തീൻ ഷേഖ് ഇടണ്ട 99 പേര് അള്ളാഹു കൊണ്ടു
മൊയ്തീൻ ഷേഖ് കൊണ്ടു 91 ഇൽമു. നിങ്ങൾ കിതാബിലെല്ലാം കാണുന്നുണ്ട്. എന്നിട്ട് എന്താ ആക്കാറ്? അല്ല, ഈ 99 പേര് ആരത്? മൊയ്തീൻ ഷേഖിന്റെ പേര് ഉറുക്ക് കെട്ടിയമാ യാതൊരു അടങ്ങിയറിയില്ല. ഷെയ്ത്താൻ്റെ ഉപദ്രവില്ല. അള്ളാഹു സന അവൻ്റെ പേര് എഴുതിയിട്ട് കെട്ടൊക്കെ ചന്തമേയില്ല. അള്ളാഹു സന അവൻ്റെ പരിശുദ്ധമായ ഖുറാനിൽ 99 പേര് ഉറുക്കാക്കിയിട്ട് കെട്ടൊരു ഷെയ്ത്താൻ്റെ ഉപദ്രവം ചന്തമേ ഇല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ചൊല്ലുടെ വഇമ്മാ യൻസഗന്നക മിനശ്ശൈത്താനി നസ്ഗുൻ ഫസ്തഇദ് ബില്ലാഹ്. ഷെയ്ത്താനിൽ നിന്നിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ദുഷ്പ്രേരണമായിട്ട് കണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തൊന്തരമാ പ്രോബ്ലമാ ഉണ്ടായിട്ട് കണ്ടെങ്കിൽ ഫസ്തഇദ് ബില്ലാഹ്, ഇസ്തിആദ ഖുർ അല്ലാഹുരൊട്ടിಗೆ സഹായിക്ക ഖുർ അഭയക ഖുർഒണ്ടൊട്ടിಗೆ തിരിയൊറൗണ്ട് സൈഡ് കെട്ടുകല്ല തൊന്നുത്തരും. എൻ്റെ പേര് കെട്ടു കുറുക്കാക്കൂ അള്ളാഹു സന ചിന്തയില്ല. മൻ തഅല്ലക തമീമ, ആരെങ്കിലും തമീമത്ത് കിട്ടിയാണ് അത് അള്ളാഹുടെ പേരിലാവട്ടെ ഫഖദ് അശ്റക, ശിർക്കാക്കിയ. ഇസ്ലാമിലില്ല. നായൊന്നുമില്ല. ഇൽമു അവ പഠിപ്പാട്ടി ഇതേ ആവണം. ഞങ്ങളെ സ്വന്തം ഇൽമാവോ തീരാ. ഞങ്ങൾക്ക് മെയിൻമായി എനിക്ക് ഇൽമാക്കിയിട്ട് ഞങ്ങൾ ഇബാത്താക്കോ തീരാ. അവൻ പഠിപ്പാടി തന്നതേ ഇൽമാവണു, ಅದಕ್ಕനുസരിച്ചിട്ടേ ഇബാത്താവണു. അല്ലാത്തതെല്ലാം റിജക്ട്. നല്ലതില്ല ബാവ, നല്ലതായെങ്കിൽ എന്താ അള്ളാഹു പഠിപ്പാട്ടിട്ടാണാ നോക്കുകൊല്ല അവിടെ. റസൂൽ ചെന്തന്നരാ നോക്കുകൊല്ല അവിടെ ഇല്ലേ. വലിച്ചെറിയത് എത്ര നല്ലതായെങ്കിൽ സമ അള്ളാഹു കബൂലാക്കല്ലേ. സ്കൂളിലല്ല നോട്ട്സ് ബുക്കുങ്ങ ടീച്ചർമാർ ഇങ്ങനെ നോട്ട് എഴുതുന്നു ചെന്നിട്ടിക്കാറ്. ഞങ്ങൾ ഒട്ടാര എഴുതി കൊടുക്കറ വലിച്ച് മുസ്സൂട്ടിക്കാറ് ഞങ്ങളെ ടീച്ചർമാർ. നാ ചെന്നെ പോലെ ഇല്ല നിന്റെ നോട്ട്സ് ഉണ്ട്. പിന്നെ അള്ളാഹ് ഇവിടെ വേണ ആൻസർ എല്ലാം കറക്റ്റ് ഉണ്ട് പോവാ, എല്ലാം കറക്റ്റ് നല്ല കൊടുത്ത് എഴുതി എല്ലാ ആൻസർ. ടീച്ചർ ചെന്ന പോലെ എന്തെങ്കിലും നോട്ട്സ് ഇല്ല മുസ്സൂട്ടിക്ക് വലിച്ചെറിഞ്ഞാറ് ഞങ്ങളെ മേൽ. ടീച്ചറെ ബുഡിലെ ടീച്ചറെ ഞങ്ങളെ സൃഷ്ടിച്ചോ അവൻ വിടുവാനാ അവൻ്റെ ഇൽമിയുടെ പ്രകാരം അമലെടുത്തില്ലെങ്കിൽ. എന്നിട്ട് എന്താവടും മുസ്ലിമിയുടെ അവസ്ഥയുണ്ട്. എന്തു ആവല്ലേ? 4 റക്അത്ത് നിസ്കരിച്ചു പോയി പ്രോബ്ലം എന്തിന്? അപ്പം ഇത് ഉടൻ്റെ അസ്മാഉ സിഫാത്തുൽ കൂടെ ഞങ്ങളെ മുസ്ലിം സമൂഹത്തിൽ ശിർക്കിങ് സംഭവിച്ചത്. പിന്നെ ഉലൂഹിയത്ത് മുശ്രിക്കിങ് അവിടെ തപ്പിറാർ. അങ്ങ് എന്തായിട്ട് ഉലൂഹിയത്തിൽ വലിയ പ്രോബ്ലം ബന്ധു. അങ്ങനെ എന്താ ഞങ്ങളെ മുസ്ലിം സമൂഹത്തിന് ഇതും കൂടെ പ്രോബ്ലമായിരുന്നു. തൗഹീദ് റുബൂഹിയത്തിൽ ശിർക്കുണ്ടു, അസ്മാഉൽ സിഫാത്തുൽ ശിർക്കുണ്ടു, മാത്രമല്ല ഉലൂഹിയത്തിലൊന്തു ശിർക്ക്. 5 വക്ത് നിസ്കരിക്കണോ പോണ്ട എവിടേക്ക്? ദർഗത്ത്. അവൻ്റെ ആശം ആകാംക്ഷ മുന്നൽ ബൈക്കറോടേക്ക് ഔലിയാക്കന്മാരൊട്ടിಗೆ. നോമ്പ് പിടിക്കണോ എവിടേക്ക് പോയിട്ടുള്ള, ഹജ്ജ് കർമാക്കിയവന് എവിടെ പോയിട്ടുള്ള, അള്ളാഹുടെ മേൽ സമ്പൂർണ്ണ വിശ്വാസം വെച്ചവന് പോണ്ട് എന്തിനായിട്ടുണ്ടല്ലോ അള്ളാഹു വിരോധിച്ചതായ ജാഗത്തുകായിട്ട് അള്ളാഹു അല്ലാണ്ട് നിങ്ങ ആരുടെ മേലും ഭരോസ വയ്ക്കുത്തീരാണ് അള്ളാഹു ചൊല്ലി കേക്കുറു നണ്ടൊട്ടിക്ക് നാ തണ്ടേ. അങ്ങനെ നിങ്ങൾ പോയാൽ അത് വലിയ തപ്പ് ബാവ, ശിർക്ക് ബാവ, മുശ്രിക്കിങ് തപ്പിയ വലിയൊരു സംഭവം ഇത്. അങ്ങനെ ഇതിലൊന്നും അള്ളാഹുക്ക് തൗഹീദില്ല ಅಂತ. അസ്മാഉ സിഫത്തിൽ തൗഹീദ് ಅಂತ, അതേപോലെ റുബൂഹിയത്തിൽ തൗഹീദ് ಅಂತ, ഇബാദത്തില ഉലൂഹിയത്തില തൗഹീദില്ല ಅಂತ. അതിൽ അങ്ങ് ഏകീകരണം ആക്കിയിട്ടില്ല അള്ളാഹുക്കും. അതിൽ ഓതി ആക്കിയാറ് നേർച്ച ലാത്ത ഉസ്സ മനാത്ത കൊടുത്താറ്. ഇങ്ങും ഞങ്ങൾ കഷ്ടത്തെ പ്രോബ്ലമിൻ്റെ നിവാരണ ആക്കട ആൾമാർ ചെന്നിട്ടു അങ്ങലോട്ടിಗೆಲ್ಲ കേൾക്കോ തുടങ്ങിയാർ. തീരൻ റസൂൽ ചൊന്തു റസൂലെ ನೂತನವಾದಿ ಆಯ್ತು. തീരൻ റസൂൽ ചൊന്തു റസൂൽ ഇസ്ലാം അവിടെ വർത്തായിತು. ഇന്ന് നടന്നിട്ടുള്ളതുവേ. അപ്പോൾ ആ തൗഹീദ് ഇത് വിശാലമായിട്ട് പഠിക്കുകയുള്ള വിഷയമായിട്ട് ചെമ്മ ഞാൻ എന്താക്കല്ല ഈ വിഷയത്തെ നിങ്ങളെ ടൈമില്ലാത്തത് കൊണ്ടിട്ടു ഞാനതിൽ ചുരുക്കിടാം. അപ്പോൾ ആ പഠിക്കുകയുള്ള വിഷയം ಇನ್ನೊരു വിഷയം ലാസ്റ്റ് ഞാൻ നിങ്ങൾ ചൊന്ന് തീർക്കിടാം. അതെന്താ വെച്ചെങ്കിൽ ഖുർആനും സുന്നത്തിലെ ഇൽമും ഞങ്ങൾ പഠിക്കും സഹോദരന്മാർ. പഠിച്ചിട്ടേ വേണു ಅದಕ್ಕನುಸರಿച്ചിട്ടുള്ള ഇബാദത്ത് ഞങ്ങളിൽ ಬೇನೆ ഇല്ലേ പഠിക്കില്ലേ? നിങ്ങൾ അള്ളാഹുടെ ഇൽമ അള്ളാഹുടെ നിങ്ങളെ സൃഷ്ടിച്ച ഉദ്ദേശം എന്തേ? അവൻ്റെ ബഗൽ പഠിക്കണു, അറിയിരി, സൃഷ്ടികർത്തനു, എന്നിട്ട് അതനുസരിച്ചിട്ടുള്ള ഇബാദത്ത് വേണു, കലീരി, ആരാധനയെന്നു ആക്കില്ലേ? അവൻ്റെ ദുനിയാവിൽ നിങ്ങൾ അവൻ ചൊന്നെ പോലെ കേൾക്കില്ലേ? അവൻ്റെ ദുനിയാവിൽ അവൻ പഠിപ്പാടി തന്നെ പോലെ ജീവിക്കുക നിങ്ങൾ ഇഷ്ടപ്പെടില്ലേ എന്ന് കണ്ടെങ്കിൽ അള്ളാഹു ചൊല്ല ഈ ദുനിയാവിലെ നിങ്ങളെ ഞാൻ നാശാക്കുവേ, ഈ ദുനിയാവിലെ നിങ്ങൾക്ക് ഞാൻ അസാബുകളെ ഇറക്കുവേ, ഈ ദുനിയാവിലെ നിങ്ങൾക്ക് ഞാൻ ഇടങ്ങേറുകളെ ഉണ്ടാക്കുവേ. ജാഗ്രത ആക്കണ വിഷയം അത്. മക്ക ഞങ്ങൾ ചൊന്ന പോലെ കേട്ടില്ലെങ്കിൽ ഇഡ അള്ളാഹു സുബ്ഹാനഹു തആല ഞങ്ങൾ ചൊന്ന പോലെ കേട്ടിലും ಬಿಡುವಾಣಾ? ആലോചന ആക്കൊണ്ടി ഞങ്ങസന ആ അള്ളാഹു സബർ എടുക്കറ ഞങ്ങളെ പോലെ എന്തുവല്ല ഞങ്ങൾ ಬಿಡ್ಲೆ ഞങ്ങൾ റബ്ബ് ഞങ്ങൾ ಬಿಡುವಾಣಾ? ചൊന്നറാവണു മൂസ അലൈഹിസ്സലാമിന്റെ ബനി ഇസ്രായേലിന്റെ മേൽ വന്ന അദാബ് ഒന്ന് ആലോചന ആക്കി നോക്കൂ. സൂറത്തുൽ ബനി ഇസ്രായേൽ എടുത്തൊന്ന് നോക്കൂ. അതിലുള്ളതായ ആയത്തുങ്ങളെ ഗമന കൊടുത്തു പോതൊരു 5, 6, 7 ആയത്തിൽ അല്ലാഹു വെളിപാടിതണ്ട
ബനി ഇസ്രായേലിലെ ആ കൗമങ്ങ യഹൂദി കൗമങ്ങ മുസ്ലിമായിട്ടിന്ത് അങ്ങളെ കയ്യിൽ തൗറാത്തിന്ത് അതേപോലെ മൂസാ റസൂലിന്ത് എന്നിട്ടും അംഗീകരിച്ച് ജീവിച്ചിട്ടില്ല. മൂസ അലൈഹിസ്സലാം ചൊന്തു ഇതാ ഖുറാനും ഇതാ തൗറാത്തും ഇതാണ് ആ റസൂലിങ്ങളെ ഇതനുസരിച്ച് ജീവിക്കറോ. കേട്ടില്ല ധാരാളമായ വിഷയ യഹൂദിമാരത് എന്താക്കി കൊണ്ടുണ്ട് അള്ളാഹു എന്താക്കിയ അങ്ങളെ പേര് 40 വർഷത്തോളം അസാബിട്ട 1-2 വർഷമല്ല തിന്നുമ്പോ കീട്ടങ്ങളിലിങ്ങനെ എനിച്ചോണ്ടിത്ത് ഭയങ്കര വലിയ അതാബങ്ക് ധാരാളമായ വിഷയത്. അതിൽ പിന്നെ എന്തായിട്ട് യൂസബിൻ നോൻ ബന്ത് അവിടെ അഹലെ നേതൃത്വത്തിൽ ഇങ്ങ് മനസ്സിലാക്കിയാറ് തപ്പെടുത്തിദ്യാറ് അപ്പം എന്താക്കിയാറ് പാട ಅದಕ್ಕನುಸರಿച്ചിട്ടുള്ള ഇബാദത്ത് കുറെ വിഷയം അത് അങ്ങ് എന്താക്കിയാറ് സമായാറ് അള്ളാഹു പിന്നെ നമുക്ക് നിയമത്ത് കൊടുത്ത പിന്നും എന്താക്കിയാറങ്ങ ദാവൂദ് നബി സുലൈമാൻ നബി അലൈഹി സ്വലാമിയുടെ കാലകളിൽ കഴിഞ്ഞാൽ പിന്നെ പാടം ಬೆಡക്ക് തുടങ്ങിയാറ് എന്താക്കി കൊണ്ടുണ്ടെങ്ക അള്ളാഹു അങ്ങനെ ആലോചന ആക്കണം. അള്ളാഹുടെ മേലെ വിശ്വാസം ಇಂತು റസൂൽ ಮೇಲೆ ಅಂಕ ವಿಶ್ವಾಸ ಇಂತು എൻ്റെ അമലുകൾ എന്താ ಇಲ್ಲ ಅಂತ അമലുകൾ ഇല്ലാത്ത കാരണം കൊണ്ടിട്ട് അള്ളാഹു എന്താക്കിയ ഒരു ശത്രു സൈന്യങ്ങൾ അള്ളാഹു റെഡിയാക്കിയ എന്നിട്ട് ഇങ്ങളെ മേൽ അള്ളാഹു അറ്റാക്കാക്ക് ബാട്ടിയ ഇങ്ങളെ അകത്ത് ഉൾഗ നൂണ്ട് അടിച്ചങ്ങ കൊന്നാർ. അള്ളാഹു ഖുറാനിൽ ചൊല്ലേ 2 സൈഡിൽ നിന്നിട്ട് ശത്രുമാരെന്നാണ് ഉണ്ടാക്കിയിട്ട് അങ്ങ് എന്താക്കിയാറങ്ങ അങ്ങളെ നൂണ്ട് കൊന്നാർ. അങ്ങളെ പിന്നെ മുസ്ലിം മേലെ അവസ്ഥ ഇതായിട്ടിക്കരുത് പേടിക്കൊണ്ടങ്ങ റബ്ബടെ അതാബ് ഇറങ്ങും. പലസ്തീൻ്റെ അവസ്ഥ നോക്കറു, ബർമ്മത്തെ അവസ്ഥ നോക്കറു, സിറിയത്തെ അവസ്ഥ നോക്കറു. പഠിച്ചില്ല അള്ളാഹുടെ ബൈക്കിൽ ಅದಕ್ಕനുസരിച്ചുള്ള ഇബാദത്താക്കില്ലങ്ങ റബ്ബടെ മറന്നിടുന്നാർ പ്രഭുവോട് വാണ അതാബങ്ങ ഇറങ്ങും ദുനിയാവുള്ളൂ. പേടിക്കറു ദാവത്തുക്ക് ഹെജ്ജ ബൈക്കറു. എന്നിട്ട് നിങ്ങൾ എത്ര സാധ്യമുണ്ട് അത്ര ഈ ദീൻ്റെ എത്തുപാട്ടറു. അള്ളാഹുടെ ശരീരത്തിൽ ഓരോരോ ആൾമാരങ്ങ എത്തുപാട്ട് എനിക്കുണ്ടെങ്കിൽ ഇവിടെ ശരീരത്ത് നിലനിൽക്കൂ, ശാന്തി സമാധാനം ഉണ്ടാവും. ഇല്ലേ അമുസ്ലിമിയുടെ ശരീരത്ത് കുറഞ്ഞ് ഇവിടെ വയ്ക്കുവാർ അങ്ങ് വടിപാട്ടുവാർ ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ശരീരത്ത് ഞങ്ങൾ ദാവത്താക്കില്ല ഞങ്ങളെ ദാവത്ത് ഇപ്പറ പണ്ട് ശൈത്താനും ಬಿಡ್ಲೆ ഉണ്ടായിട്ടുള്ള അവിടെ ഇന്ത്യത്തെ അവസ്ഥ അതുവേ ಯಪ್ಪ ಎಂದ್ರೆ ಏದು ಚೊಲ್ಲಗಾವಿಲ್ಲ ಕಾರಣ ಎಂದೇ ದಾವತ್ತಿಲ್ಲ ഞങ്ങൾ അള്ളാഹുടെ ശരീരത്തിൽ ആൾമാർ എത്തുപാട്ടിട്ടില്ല. അതുകൊണ്ട് എന്തായിട്ട് അള്ളാഹു അങ്ങനെ ഞങ്ങളെ വിളിട്ടുള്ള ശത്രുവാക്കിയിട്ട് ഇനി എത്ര പിടച്ചെങ്കിൻ്റെ എന്തൊക്കെ കാവില്ല അള്ളാഹുടെ അസാബ് ಅಂತ നിസ്കരിക്കോ ബിയർച്ചെങ്കും നിസ്കരിക്കുകയാവില്ല ശരീരത്തങ്ങളെതാവിടൂ. നോമ്പ് പിടിക്കും ബിയർച്ചെങ്കും നോമ്പ് പിടിക്കുകയാവില്ല ശരീരത്തങ്ങളെതാവിടൂ. അതേപോലെ ഒരു പെണ്ണിങ്ങ ബുർക്കായിട്ട് പർദ്ദാധാരനായിട്ട് പുറത്തു പോകുന്ന അവളെ കൊണ്ട് സാധ്യമേ ഇല്ല. കാരണം ശരീരത്തങ്ങളെതായിട്ടിക്കര് മരിച്ചിട്ടതാ മയ്യത്ര ദഫനാക്കുക ഒന്നില്ല ചിട്ടുക്കൊത്ത് എന്താക്കണു തീക്കിട്ട് കത്തുപാട്ടണേ ശരീരത്തങ്ങളെതാവിടൂ. എൻ്റെ കാരണം ഞങ്ങൾ അള്ളാഹുടെ ശരീരത്തിൽ അങ്കെത്തുപാട്ടാത്ത കാരണം കൊണ്ടു പഠിക്കുറിയിൽമ ಅದಕ್ಕನುസരിച്ചിട്ടുള്ള ഇബാദത്താക്കറു. എന്നിട്ടത് ആൾമാർഗെത്തുപാട്ടറു ഇല്ലേ അതാബങ്ങ ഉറപ്പ് നിങ്ങൾ എന്താക്കണ്ട വിചാരിച്ചിട്ടുണ്ട ഞങ്ങൾ മുണ്ടതിച്ചിങ്ങും ആവില്ലേണ്ട് നിസ്കരിച്ചുകൊണ്ടുള്ളമായി നോമ്പ് നോക്കിയിട്ടുള്ളമായി പോണ്ടിങ്ങനെ ലൈഫ് എത്തുപാട്ടുണ്ട് ഞങ്ങളെ മേൽ ബാധ്യത എത്തുപാട്ടുണ്ട്. നിങ്ങളും നിങ്ങളെ കുടുംബത്തിനും നരകത്തെ അതാമിൽ നിന്ന് സംരക്ഷണാക്കിയുള്ളൂ. ഈ ഖുർആനും സുന്നത്തും ഇൽമു നിങ്ങൾ പഠിച്ചിട്ടേ വേണം. ഇല്ലേ അനുഭവിക്കുന്ന കാത്തോണ്ടിക്കുറല്ല അവിടെ അതാ ബണ്ട് യാതൊരു ഡോട്ടില്ല. ബനി ഇസ്രായേലിന്റെ മേൽ വന്ന അതാബുങ്ങ അതുകൊണ്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിൽ അയസ്റ്റ് യഹൂദികളെ ഹിസ്റ്ററി എടുത്തേ അങ്ങളെ പോലെ ആവണ്ട. ഇങ്ങനെ ആയിത്തങ്ക് നിങ്ങൾ അങ്ങനെ ആയി പോവാറ്. എന്നിട്ട് ഗൈറിൽ മഗ്ദൂബി അലൈഹിം ഷാപ്പ അള്ളാഹുടെ അർസങ്ങളെ മേൽ പോന്തു നിങ്ങൾ എടുത്തലണ്ട. ഖുർആനും സുന്നത്ത് നിങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് അതുപോലെ അമലെടുക്കില്ലേ നിങ്ങളെ മേലും യഹൂദിമാരെ മേലും പോന്ന് എനിക്ക് ഷാപ്പ നിങ്ങൾക്കും പോൾഡു എടുത്തലണ്ട. ഗൈറിൽ മഗ്ദൂബി അലൈഹിം പ്രാർത്ഥിക്കറ എല്ലാം അങ്ങനെ ബേ സ്വഭാവം ഞങ്ങൾക്ക് എല്ലാം ഞങ്ങളുടെ സ്വഭാവം താടി സന ഞങ്ങളുടെ ആൾമാർ ഉപയോഗിക്കുകയില്ല. അള്ളാഹുടെ ശരീരത്തിനനുസരിച്ച് ജീവിക്കുകയില്ല. റബ്ബുടെ കാനൂനും എന്തൊരു മനുഷ്യരുടെ അവസ്ഥ ഇത്. അവൻ മനസ്സിലാക്കണം അള്ളാഹുടെ റസൂലിന്റെ സുന്നത്ത് പഠിക്കണു, അമലെടുക്കണു, എത്തുപാട്ടണു, സബറെടുക്കണു. ഇന്നങ്ങളെ മേൽ വാജിബ്. വലാസിർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. ഈമാൻ ഇന്ന മയ്യാവില്ല വൃത്ത ഈ ദുനിയാവിൽ വിജയിക്കണു, പരലോകത്തിൽ വിജയിക്കണു, 4 സബ്ജക്റ്റിൽ പാസ് ആവണേ. ഈമാൻ വേണു, സ്വാലിഹാത്ത് നല്ല അമലങ്ങ വേണു, ಅದಕ್ಕനുസരിച്ചിട്ടുള്ള ഇബാദത്തിൽ എന്നിട്ട് ആൽമാർ അതിൽ വിളിക്കണം. വതവാസൗ ബിൽ ഹഖ് ബർറുണ്ട് അപ്പടങ്ങേർ ಬಂತ വതവാസൗ ബിസ് സബർ. ഇതിൽ 4 പാസ് ആയാറ പാസ്. ಈ ದುನಿಯಾವು ಪಾಸ್. ದುನಿಯಾವು ನಗಲ ಕೈಲಾವಡು. ಕುರಾನ್ ಇಡೀ ಪ್ರಪಂಚಮೇ ಬದಲಾಕ ಅದಕ್ಕನುಸರಿಸಿ ನಗಲ ಜೀವನ ಉಂಡು ಕಂಡೆಂಗೆ
ദുനിയാവ് ഞങ്ങളെ കയ്യിലാക്ക, പ്രപഞ്ചം ഞങ്ങളെ കയ്യിൽ വേണ്ട. എടുക്കൊരു പഠിക്കൊരു ദുനിയാവിൽ പ്രചാരാക്കൊരു പ്രപഞ്ചമേ ഞങ്ങളെ കയ്യിൽ, പ്രപഞ്ചമേ ഞങ്ങളെ കയ്യിൽ. ഞങ്ങൾക്ക് ഇഷ്ടമെന്ന് എനിക്കിവിടെ ജീവിതം ഞങ്ങളെ ശരീരത്ത് അള്ളാഹുടെ ശരീരത്ത് എന്തുവിനെ എങ്ങനെ ജീവിച്ചല്ലോ ഞങ്ങൾക്ക് ഇല്ലേ? അങ്ങനെ ശരീരത്ത് ഞങ്ങളെ മേൽ വേണ്ട എടങ്ങേറ് അടിയേ. അള്ളാഹുടെ ആസാബ് ബന്ധിൽ പിന്നെ അള്ളാഹു കാണ്ടില്ലേ ചെന്നിട്ട് പ്രയോജനമില്ല. സിരിയത്തിൽ റബ്ബ് കാണ്ടില്ലേ, ബർമത്തിൽ റബ്ബ് കാണ്ടില്ലേ, എന്തേ കാണ്ടില്ലേ? വന്നോട്ടുള്ള അള്ളാഹുടെ അസാബ് പിന്നെ എങ്ങനെ കാണ്ടേ? പിന്നെ എങ്ങനെ സംരക്ഷണം വേണ്ട? മനുഷ്യർ പഠിക്കണം, പ്രാധാന്യത്തെ മനസ്സിലാക്കണം. ഞങ്ങ ഈ പേര് ബൈക്കുകൊല്ലക്കാൻ അരിയിരി സൃഷ്ടിಕರ್ತನನ್ನು ಕಲಿಯಿರಿ ಆರಾಧನೆಯನ್ನು ಚೆಂದುള്ള ವಿಷയമേ ಅದರ ಮುಖ್ಯ ಧ್ಯೇಯಮೇ ಪಾಡಿಕೊಂಡು ಅದಕ್ಕನುಸರಿಸುള്ള ಜೀವನವೇನು എന്നിട്ട് ആൽമാരെ ബീഴിಕೊಂಡು സബറെടുക്കണം, ದಾವತ್ ಹಾಕೊಂಡು ದಾವತ್ ಹಾಕಿಟ್ಟೇವೇನು ಅದಕ್ಕೆ ನೆಪಂಗ ಮುನ್ನಲ್ಬೇಕು ನೋಕಂಡ ನಂಡೆ ಅವತ್ತು അങ്ങനെ ಇಲ್ಲ. ದಾವತ್ಗೆ ನೆಪಂಗ മുന്നിലಬೇಕಂಡೇನಿ നിങ്ങൾ ഒരു നേപ്പങ്ങളിൽ ഞങ്ങളെ സൃഷ്ടിച്ചിരുമേ അള്ളാഹു. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ പരിശുദ്ധമായ ഖുർആനും അതേപോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിച്ചിട്ട് അതനുസരിച്ച് ജീവിക്കുന്നതായ ആൾമാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും പെടുത്തുമാറാകട്ടെ. പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ വിചാരണ സരളമാക്കട്ടെ. നരകത്തെ ശിക്ഷയിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഞങ്ങളെല്ലാവരും ഒന്നാക്കട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ആമീൻ برحمتك يا ارحم الراحمين وصلى الله على النبي. الله أكبر الله أكبر الله أشهد أن لا إله إلا الله. أشهد أن لا